ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഐ ആം സ്നേഹ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോജിക് ആസിഡ് നൈറ്റ് ക്രീമിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡേം ഡോക്കിന്റെ 2% കോജിക് ആസിഡ് നൈറ്റ് ക്രീമിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ കോജിക് ആസിഡിന്റെ ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്, ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഈ ഒരു ക്രീം ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ക്രീമിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ കോജിക് ആസിഡ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ കോജിക് ആസിഡ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കോജിക് ആസിഡ് മെയിൻ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മെലാനിൻ പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഈ കോജിക് ആസിഡ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അത് തന്നെയാണ്, നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ അത് തടയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മെലാനിൻ പ്രൊഡക്ഷൻ റിഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഇത് ഫെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് കോജിക് ആസിഡിന്റെ മെയിൻ ആയിട്ടുള്ള പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വീണ്ടും ഒരു ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ബെറ്റർ സ്കിൻ ടെക്സ്ചർ തരും. അതായത് നമ്മുടെ ഫേസിലെ ബ്ലെമിഷസും കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ചെയ്തുകൊണ്ട് നല്ലൊരു റേഡിയൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്ഷൻ നമ്മുടെ ഫേസിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ടാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് കോജിക് ആസിഡ് എന്ന് പറയുന്നത്. ഇപ്പം നൈറ്റ് ക്രീം തന്നെ ആവണമെന്നില്ല. ഇപ്പം ഇതിൻ്റെ സിറം ആയാൽ പോലും നമ്മുടെ ഫേസിൽ ഇപ്പോൾ സൺ ഡാമേജ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റബോൺ ടാനിങ്, അതായത് നമുക്ക് ഒരുപാട് കാലമായിട്ടുള്ള ടാനിങ് വരെ ആണെങ്കിലും അതുവരെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഏജിങ് ഇഷ്യൂസ് ഒക്കെ, ഇപ്പോൾ ഏജിങ്ങിൻ്റെ ഇഷ്യൂ ആയിട്ടുള്ള റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു കോജിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോജിക് ആസിഡിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൺ ആക്കുക, അല്ലെങ്കിൽ ഒരു ഈവൻ ടോൺ സ്കിൻ ടോൺ തരിക. അതായത് ഇപ്പോൾ ചിലവർക്കൊക്കെ ഡാർക്ക് പാച്ചസ് ഉണ്ടാവും, അതായത് മെലാസ്മ എന്ന് പറയും, അതുവരെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കണ്ടന്റ് ആണ് കോജിക് ആസിഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫേസിലെ ആക്നി കാരണം ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഇത് ഫെയ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ സൺ ഡാമേജ്, ടാനിങ്, ഇപ്പം അതല്ലാതെ ഹൈപ്പർ പിഗ്മെന്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ക്രീമിലും അല്ലെങ്കിൽ സിറത്തിലൊക്കെ ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് കൂടി ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പൊ അത്രയും ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് കോജിക് ആസിഡിന്റെ സിറം അല്ലെങ്കിൽ നൈറ്റ് ക്രീം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ക്രീമാണ് ഈ ഡേം ഡോക്കിന്റെ കോജിക് ആസിഡ് നൈറ്റ് ക്രീം വന്നിട്ട്. അപ്പൊ നമ്മുടെ കോജിക് ആസിഡിന് ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇനി ഞാനിത് ഉപയോഗിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാ ഈ 4 ബോട്ടിലാണ്. ഈ 4 ബോട്ടിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എനിക്ക് എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് തന്നിട്ടുള്ളതെന്ന്. ഇത് ഒരുപാട് പേർക്ക് നെഗറ്റീവ് എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കാര്യത്തിലോട്ട് നമുക്ക് കടക്കാം. അതിനു മുന്നേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. അപ്പോൾ ഒരു വർഷം മുന്നേക്കെ ആണെങ്കിൽ ഈ ഒരു ഡേം ഡോക്കിന്റെ കോജിക് ആസിഡ് നൈറ്റ് ക്രീം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ എനിക്കാണെങ്കിൽ നിറയെ പിമ്പിൾസും ഭയങ്കര ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കിത് എന്തായാലും മേടിക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ഒരു ടൈമായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു. ആദ്യം ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഒരു ആക്റ്റീവ് കണ്ടന്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ഞാനിത് യൂസ് ചെയ്തു. ഒരു 3-4 ദിവസമായ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് പിമ്പിൾസ് വരാൻ വേണ്ടി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഇല്ല, ഫസ്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ പിമ്പിൾസ് ഒക്കെ വരുമായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ ഇതിൻ്റെ യൂസേജ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു 2 ആഴ്ചയൊക്കെ ആയപ്പോൾ ഇനി വന്ന പിമ്പിൾസ് ഒക്കെ താനെ അങ്ങ് പോയി. പിന്നെ ആ പിമ്പിൾസിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ലാതെ പീരിയഡ്സ് ആകുമ്പോൾ പിമ്പിൾസ് വരും, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ച് കാരണമൊക്കെ പിമ്പിൾസ് വരും. അല്ലാതെയുള്ള ടൈനി ബംസോ അലർജിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനൊരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ടാട്ടോ ഈ ക്രീം യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ആദ്യം പാച്ച് ടെസ്റ്റ് നിർബന്ധമാണ്. അങ്ങനെ ഞാനൊരു 2-3 ആഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റി. കാരണം എനിക്ക് ഒരുപാട് ആക്നി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഈ കുരുക്കൾ പൊട്ടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ അടയാളങ്ങളൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. ഒരുപാട് ഹോം റെമഡീസ് ഒക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, മഞ്ഞളും നീമും കാര്യങ്ങളൊക്കെ, പക്ഷെ അടയാളങ്ങൾ പോയതേ ഇല്ല. പക്ഷെ ഒരു 3-4 ആഴ്ച ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിലൂടെ തന്നെ എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് റെഡ്യൂസ് ആവുന്നതായിട്ട്
എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിന് ശേഷമാണ് ഞാൻ രണ്ടാമത്തെ ബോട്ടിൽ റീപർച്ചേസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് മുന്നേ ഒരു സ്കൂൾ ടൈമിലാണ് കൂടുതലായിട്ടും ടാനിങ് ഒക്കെ കൂടുതലായിട്ട് വന്നിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് വന്ന ടാനിങ് വരെ ഈ ഒരു പ്രൊഡക്റ്റ് കാരണം അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തത് കാരണം ഒരുപാട് തന്നെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും ടാനിങ് തന്നെ ഇത് കുറച്ചപ്പം എനിക്ക് പിന്നെ കൂടുതൽ ഈ ഒരു പ്രൊഡക്റ്റിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി. ഞാൻ അങ്ങനെ 4 തവണ ഈ ഒരു പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതും ആ പ്രൊഡക്റ്റ് തന്നെയാണ്, ഇതിന്റെ സ്റ്റിക്കർ ഞാൻ കളഞ്ഞെന്ന് മാത്രം. അപ്പൊ ഈ 4 തവണ ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിത് അത്രയും റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരുടെ സ്കിന്നും ഒരേപോലെ അല്ല. ഇപ്പൊ എന്റെ സ്കിന്ന് വന്നിട്ട് ഓയിലി സ്കിന്നാണ്. അപ്പൊ ഇത് എനിക്ക് സ്യൂട്ട് ആവുമെന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതിൽ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ പോലും എല്ലാ പ്രൊഡക്റ്റും, അതായത് മിക്ക പ്രൊഡക്റ്റും ഓൾ സ്കിൻ ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ സ്കിന്നിനും അത് സ്യൂട്ടബിൾ ആവണമെന്നില്ല. പക്ഷെ ഇത് എനിക്ക് നന്നായിട്ട് തന്നെ സ്യൂട്ട് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റിസൾട്ടും തന്നിട്ടുണ്ട്. എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് കുറച്ചു, എനിക്ക് ഉണ്ടായിരുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറച്ചു, അതുപോലെ തന്നെ ടാനിങ് കുറച്ചു. എനിക്ക് സ്കിന്നിന് ഒരു അൺഈവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോണ് ഈവൻ സ്കിൻ ടോൺ ആക്കി മാറ്റിയത് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം എനിക്ക് അത്രയും റിസൾട്ട് തന്നിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് വൈറലായ സമയം മുതലേ നമ്മൾ കേൾക്കുന്നതാണ് ചില പേർക്കൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് പണി കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതായത് ചിലവർക്കൊക്കെ ഭയങ്കര സ്കിന്ന് പീലിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ റാഷസ്, അല്ലെങ്കിൽ ഇറിറ്റേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അവർക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരുപാട് പേർക്ക് പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, എല്ലാവരുടെ സ്കിൻ ടൈപ്പും ഒരുപോലെ അല്ല. ഇപ്പൊ നോർമൽ ആയിട്ടുള്ള സ്കിൻ ടൈപ്പിലുള്ള 2 പേര് നിന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഒരാൾക്ക് ചിലപ്പോൾ ഇത് സ്യൂട്ട് ആവും, മറ്റുള്ളവർക്ക് ഇത് സ്യൂട്ട് ആവണമെന്നില്ല. കാരണം ഇപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പുകാർ എടുക്കാം. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പുകാർ ഇതുപോലുള്ള കോജിക് ആസിഡ് അല്ലെങ്കിൽ റെറ്റിനോൾ തുടങ്ങിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നിങ്ങൾ പരമാവധി യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇതൊന്നുകൂടെ നിങ്ങളുടെ സ്കിന്നിനെ സെൻസിറ്റീവ് ആക്കുകയാണ് ചെയ്യുക. അതായത് സൺ സെൻസിറ്റിവിറ്റി ഇത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ. അതിപ്പോൾ നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ പോലെ അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുകാർ, അതുപോലെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പുകാർ, അതായത് ഇപ്പം എന്താ പറയുക, ഈ ചത്ത സ്കിൻ എന്നൊക്കെ പറയുമല്ലോ, ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണ് അല്ലെങ്കിൽ ഒരു ജീവനില്ലാത്ത സ്കിൻ പോലെയാണ് നിങ്ങളുടെ സ്കിന്നെങ്കിൽ നിങ്ങളൊക്കെ ഇതുപോലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുള്ളൂ. പിന്നെ പിമ്പിൾസ് വരുന്ന കാര്യം, ഇപ്പം എനിക്കായാൽ കൂടെ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വല്ലാണ്ടൊന്നുമില്ല, ചെറിയ രീതിക്ക്. ഞാനത് കണ്ടിന്യൂ ചെയ്തപ്പോൾ ആ പിമ്പിൾസ് പോവുകയും ചെയ്തു. ഇപ്പം മിക്ക പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ പിന്നീട് ആ പിമ്പിൾസ് പോയില്ലെങ്കിലാണ് നമുക്ക് പ്രശ്നമായി മാറുന്നത്. ചിലവർക്കൊക്കെ ആ പിമ്പിൾസ് പിന്നെ അങ്ങ് പോവും. പക്ഷെ ആ പിമ്പിൾസ് പോയില്ല, നിങ്ങൾക്ക് കൂടുതലും കൂടെ വഷളായി തോന്നുവാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം. ഈ പ്രൊഡക്റ്റ് എന്നല്ല, ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ അപ്പം തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഏത് പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ പോലും ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് നിർബന്ധമാണ്. നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോൾ ചെവിയുടെ പുറകിലായാലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈയിൻ്റെ ഇവിടെ ആയാൽ കൂടെ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അലർജിക് റിയാക്ഷൻ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കോജിക് ആസിഡ്, റെറ്റിനോള് തുടങ്ങിയ പ്രൊഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പം നിങ്ങളുടെ സ്കിന്നിലെ സൺ സെൻസിറ്റിവിറ്റി ഇത് ഇൻക്രീസ് ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്കിൻ ഒന്നും കൂടെ ബ്രൈറ്റൻ ആക്കുക, ലൈറ്റൻ ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സൺ സെൻസിറ്റിവിറ്റി ഇത് ഇൻക്രീസ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഈ ഒരു പ്രൊഡക്റ്റ് എന്നല്ല, റെറ്റിനോൾ ക്രീം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ നിർബന്ധമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാനിങ് കാര്യങ്ങളൊക്കെ വീണ്ടും വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖത്ത് ഒരു ബേണിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ഇത് പരമാവധി അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കൂടുതൽ പ്രശ്നമാവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു ഡോക്ടറെ കാണാൻ നിങ്ങളിത് വെച്ചുകൊണ്ടിരിക്കരുത്. ചില ആളുകൾക്കൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവാനുള്ള കാരണം അവർ തന്നെയാണ്. കാരണം ഇതുപോലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഒറ്റയടിക്ക് ഒരുപാട് എടുത്തിട്ട്, അതായത് ഒരുപാട് എമൗണ്ടിൽ എടുത്തിട്ട് നമ്മുടെ മുഖത്ത് കൊണ്ടുപോയി അപ്ലൈ ചെയ്യരുത്. കാരണം ചിലവരൊക്കെ ഇത് ബിഗിനറായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അവരൊക്കെ ഇത് ഒരുപാട് വലിയ എമൗണ്ടിൽ തന്നെ എടുത്ത് മുഖത്തും തേക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവാനുള്ള
ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ടിൽ എടുക്കുക. അതുപോലെ തന്നെ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു 3 പ്രാവശ്യമൊക്കെ ആദ്യം യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ പതിയെ പതിയെ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തതും നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ ആണ്. പിന്നെ സെൻസിറ്റീവ് സ്കിൻ ആണെന്ന് അറിഞ്ഞിട്ടും ഇതുപോലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നതും നിങ്ങളുടെ സ്കിന്നിനെ വേഴ്സൺ ആക്കാനുള്ള മറ്റൊരു കാരണം കൂടെയാണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്യുക, ഡെയിലി ബേസിസിൽ തുടങ്ങാതിരിക്കുക, പിന്നെ എപ്പോഴും ഏത് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റിന്റെ അല്ലെങ്കിൽ കണ്ടന്റ് ഉള്ള ക്രീമോ സിറമോ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും കുറഞ്ഞ കണ്ടന്റിൽ നിങ്ങൾ എടുക്കുക. അപ്പൊ 2% ഒക്കെ ആകുമ്പോൾ ഏറ്റവും ലോ ആണ്. അപ്പൊ നിങ്ങൾക്ക് 1%ഒക്കെ കിട്ടും. അപ്പൊ നിങ്ങൾ ഏത് സിറം ആയാലും ഇപ്പൊ നയാസൈനമൈഡ്, വൈറ്റമിൻ സി, ഹൈലറോണിക് ഏതായാലും നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ കണ്ടന്റിൽ നിന്ന് തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നന്നായിട്ട് തന്നെ റിസൾട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് റിസൾട്ട് തരണമെന്നില്ല, അത് നിങ്ങളുടെ സ്കിൻ അനുസരിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് തരും കേട്ടോ. കാരണം നിങ്ങളുടെ മുഖത്തിനുള്ള ചേഞ്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതുപോലുള്ള പ്രൊഡക്ട്സിന്റെ റിവ്യൂസും അല്ലെങ്കിൽ ഒരുപാട് ബ്യൂട്ടി ടിപ്സും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. See you in next video.